ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഷെല്ലാണെങ്കിൽ പൈൽ നമ്പർ 1. ഈ ഒരു ഫെദർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ക്രിസ്റ്റൽ ആണ്, അമെത്തിസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. സോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 1, പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. സോ നമ്പർ 1, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി വളരെയധികം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കാരണം നിങ്ങളും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഇല്ല, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ കൂടിയും, അതല്ല ഇനി നിങ്ങൾ നോ കോണ്ടാക്റ്റിലല്ല, നിങ്ങൾ തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ ഉണ്ട്, നിങ്ങൾ മോസ്റ്റ്ലി ഒരു ഫയർ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ലിയോ എനർജി വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഏത് കാര്യത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പാഷൻ നിങ്ങളുടെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി തരാം എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അത്യധികം കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വളർച്ചയെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വിട്ട് കളയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഹീലിംഗ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ചില ആളുകൾ നോ കോണ്ടാക്റ്റിലായിരിക്കും, നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാം അതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള നോർമലായിട്ടുള്ള സംസർഗം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളത് നിങ്ങളിലേക്ക് കൊണ്ടുതരും. പുതിയ ഐഡിയാസ്, നിങ്ങളെ ജഡ്ജ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും. അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷൻ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു പാഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഒരു തരത്തിലും അതിന് സഹായിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ നല്ലൊരു പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കും, ചിത്രം വരയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പല കഴിവുകൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ ടാലന്റ് എന്താണ് എന്നുള്ളത് അത് മനസ്സിലാക്കാനും അതിലേക്ക് മുന്നോട്ടേക്ക് പോകാനും നിങ്ങളെ സഹായിക്കുന്നു. ആ ഒരു ടാലന്റ് എന്ന് പറയുന്ന ഒരു പക്ഷെ നിങ്ങൾ നല്ല ബിസിനസ് മൈൻഡോടുള്ള ഒരു വ്യക്തിയായിരിക്കും, നന്നായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും, പക്ഷെ നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലാണ് ഈ ഒരു നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന്റെ ഒരു ഉദ്ദേശം, ഈ ഒരു പേർപ്പസ്, സോൾ പേർപ്പസ് ഉണ്ടാവുമല്ലോ, ആ വ്യക്തിയുടെ പേർപ്പസ് എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉള്ള ഒരു കണക്ഷൻ, അതായത് ഇവിടെ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു ചിന്ത ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ആയിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു ട്വിൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതി കോൺവെർസേഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് നിങ്ങൾ അടുത്തിരിക്കണമെന്നില്ല, നിങ്ങൾ ഒരുമിച്ചുണ്ടാവണമെന്നില്ല, നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, ഒരു ടെലിപ്പതി കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്നുള്ളത്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തമ്മിലൊരു സെപ്പറേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും
ടെലിപ്പതിക്കലി ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അത് എന്നേക്കുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഈവൻ ഇഫ് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ബിഹേവിയേഴ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങൾ മാറിയാലും പലപ്പോഴും നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ആണ് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ 1 ചൂസ് ചെയ്തതാണ് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ 2 ആണ്, പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹോം ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എനർജി, ഇവിടുത്തെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. സൺ എനർജിയും അതേപോലെ ഒരു സാറ്റേൺ സ്പിരിറ്റ് ആണ്. നമ്പർ 8 ആണ്. സോ ഇത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ട്യൂട്ടർ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ ജീവിതം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, അൺഅപ്പോളജിസ്റ്റിക് ആയിട്ടുള്ള, അതായത് തെറ്റ് കണ്ടാൽ ക്ഷമിക്കാത്ത ഒരു ടീച്ചറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറും കുട്ടിയും തമ്മിൽ അങ്ങോട്ടേക്കുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഈഗോ ക്ലാഷ് അതിന്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു വഴക്കുകളും പ്രശ്നങ്ങളും മാപ്പ് പറച്ചിലുകളും ഒക്കെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളിൽ ചില ആളുകളിൽ, ഒരു പരിധി വരെയുള്ള ആളുകൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് കാണിക്കുന്നത്. ജീവിതകാലം മുഴുവനായിരിക്കണം എന്നില്ല. കാരണം നിങ്ങൾ ചില ആളുകൾ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫായിരിക്കും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും നിങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കും ഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സംസാരങ്ങളും രീതികളും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നും മെഡിറ്റേഷൻ ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു അന്തരീക്ഷം, വീടിന്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുട്ടികളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും, ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല എന്നും അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എപ്പോഴും ആ ഒരു ഈഗോ ക്ലാഷും ഈഗോ ക്ലാഷൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കണക്ട് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഒരു പ്രണയത്തിന്റെ ഒരു എനർജി ഉണ്ട്, ലവ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഈഗോ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ പ്രണയത്തെ തകർക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. നിങ്ങളുടെ പേർപ്പസ് ഇൻ ലൈഫ് ഇസ്, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ ജീവിതം അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം, ഒരു മെച്യൂരിറ്റിയോടുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ഡിസിപ്ലിനോടുകൂടിയൊക്കെ ഉള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാറ്റേണിന്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം സില്ലി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല എങ്കിൽ കൂടിയും നിങ്ങൾ ഇപ്പോ നോ കോണ്ടാക്റ്റിലല്ല, വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഉണ്ടെങ്കിലും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ട്വിൻ ആണ്. അപ്പൊ അത് അത്ര എളുപ്പത്തിൽ നിങ്ങളിൽ നിന്ന് മായുന്ന ഒരു കണക്ഷൻ അല്ല. പക്ഷേ നിങ്ങളുടെ, കാരണം ഇവിടെ നിങ്ങളെ ഗോസ്റ്റഡ് ബൈ ട്വിൻ ഫ്ലെയിം എനർജി കാണിക്കും. കാരണം നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും എപ്പോഴും ആ ഒരു, നമ്മൾ പറയില്ലേ, ഗോസ്റ്റഡ് ആയിട്ട് ചുറ്റിനും എപ്പോഴും ഉണ്ടാവും, ഒരു ഫീലിംഗ് ഉണ്ടാവും വ്യക്തി കൂടെയുള്ള പോലെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പാരന്റ് ആണ് എങ്കിൽ, നിങ്ങൾ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, ഈ വ്യക്തിയുമായിട്ടുള്ള വിവാഹമല്ല എങ്കിൽ ആ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ കോഡ് കട്ടിങ്ങിലൂടെ ചെയ്യാവുന്ന, നമ്മൾ കോഡ് കട്ടിങ് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ കോഡ് കട്ടിങ് ബേസിസിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ട്വിൻ ഫ്ലെയിം ഗോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിൽ കോഡ് കട്ടിങ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൂടെ ഈ വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാം. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ വ്യക്തിയെ ഫോർഗീവ് ചെയ്യാണ് ചെയ്യേണ്ടത്, വിട്ടുകളയുക കഴിഞ്ഞത്. കാരണം ഇവിടെ ഒരു ഗാർഡിയൻ എനർജി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പാരന്റ്സ്, ഗാർഡിയൻ, നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി എല്ലാം കലർന്നൊരു കാര്യമാണ്. അതേപോലെ ഒരു ഹീലിംഗും കാണിക്കുന്നുണ്ട്.
നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ ചൈൽഡ്ഹുഡ് ട്രോമയുള്ളവരായിരിക്കും. ഈ വ്യക്തിയെ ട്രോമ മാറ്റാനായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വൂണ്ടഡ് ചൈൽഡ്, മുറിവേറ്റ ആ കുട്ടി ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തോ ഒന്നും തന്നെ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ആ ഒരു ഹീലിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം എത്ര ശ്രമിച്ചാലും ഹീലിംഗ് നടക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കണക്ഷൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫൊർഗീവ് ചെയ്യുക. ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കോഡ് കട്ടിങ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് പൈൽ നമ്പർ 3 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആരാണ് എന്ന് നോക്കാം. ഇനി നിങ്ങൾ പൈൽ നമ്പർ 3 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. സോൾമേറ്റ് കണക്ഷൻ ആണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ലവേഴ്സ് എനർജിയാണ് കാണിക്കുക. ഇപ്പൊ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് ഒരുമിച്ചുണ്ടാകുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടിയിട്ടുള്ളവരാണ്, നിങ്ങൾ കണക്ഷൻ തുടങ്ങിയിട്ടോ ഉള്ളതെങ്കിൽ ഇപ്പോഴത്തെ തുടക്കത്തിൽ ആ ഒരു പ്രണയമൊക്കെ കാണുമ്പോൾ ജീവിതകാലം മുഴുവൻ പോസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്വിൻ ഫ്ലെയിമിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഷാഡോ സെൽഫ് ഉണ്ടാവും എല്ലാവർക്കും. നമ്മുടെ നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കുകയും അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. നമ്മളിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മുടെ ഷാഡോ സെൽഫ് ഒളിപ്പിച്ച് വെക്കുകയാണ് പുറത്തുള്ളവരിൽ നിന്നും, നമുക്ക് ഇഷ്ടമുള്ളവരിൽ നിന്ന് പ്രത്യേകിച്ച്. കാരണം ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സെൽഫാണ്. നെഗറ്റീവ് സെൽഫ് ഒളിപ്പിച്ച് വെക്കുമ്പോൾ പോസിറ്റീവ് സൈഡാണ് അതെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മുടെ നെഗറ്റീവ് സൈഡ് ഒളിപ്പിച്ച് വെക്കുന്നതിന് പകരം അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ നെഗറ്റീവ് വശങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളെ സഹായിക്കുന്ന നെഗറ്റീവ് സൈഡിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് വലിച്ചവർ പുറത്തിടുന്നുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് എംബാരസിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് വളരെ സങ്കടം തോന്നും നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് അവർ മനസ്സിലാക്കി എന്നുള്ളത്. ആ ഒരു രീതിയിലേക്കോ നെഗറ്റിവിറ്റിയിലേക്കോ, അതായത് ആ ഒരു സെൽഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോകാതെ ഈ പെർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് അവർ മനസ്സിലാക്കി, നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നെഗറ്റീവ് സൈഡ് നിങ്ങൾ ബെറ്റർ ആക്കാൻ പിന്നെ അവർ ശ്രമങ്ങൾ നടത്തും. പക്ഷെ അതൊക്കെ ഈഗോ എടുത്തിട്ട് അത് നെഗറ്റീവ് ലെവൽ അങ്ങനെയല്ലാതെ എല്ലാവർക്കും ഉള്ള ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്ന തരത്തിലല്ലാതെ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്താണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. നെഗറ്റീവ് സൈഡ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമ്മൾക്ക് അതിൽ തിരുത്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസ് ഓഫ് ഫെമിലിയാരിറ്റി ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അതായത് നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അത്യധികമായിട്ടുള്ള പ്രണയം ഇവിടെ കാണിക്കുന്നുണ്ട്, കപ്പാസിറ്റി ടു ലവ്. പക്ഷെ അത് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതേപോലെ നിങ്ങളെ ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പലരും പോകുന്നുണ്ട്. ചില ആളുകൾ ഒരു സ്പിരിച്വാലിറ്റി ലെവലിലേക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്, സ്പിരിച്വൽ അവേക്കണിംഗ് ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില ആളുകളുടെ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിയിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് നോട്ട് നെസസറിലി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കണം എന്നില്ല. ഈ ഒരു വ്യക്തി ഒരു പക്ഷെ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കാം. ആ ഒരു സോൾമേറ്റ് എനർജി അത് ട്വിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് വരുന്നതുമാകാം. അപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം എനർജി, സോൾമേറ്റ് എനർജീസ് കണക്ഷൻസ് ഉണ്ടെങ്കിലും എല്ലാം 100 അത് ഒന്നല്ല. കാരണം നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കുന്ന രീതിയിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു കണക്ഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. പക്ഷെ നിങ്ങളുടെ ഒരു മാഗ്നറ്റ് പോലെയാണ് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ, നിങ്ങൾ തമ്മിലൊരു പ്രണയം, അത്യധികമായിട്ടുള്ള ഒരു പ്രണയമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈഗോ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളുടെ ആ ഷാഡോ സെൽഫ് നന്നാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവര് നിങ്ങളുടെ ഈഗോ ആണ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അവര് നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത് ബെറ്റർ ആക്കാനാണ്, ടു ബി എ ബെറ്റർ സോൾ. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ചെയ്യുന്നത് എന്താണ്, അവരുടെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയും അതേസമയം തിരിച്ചും അതുപോലെ തന്നെ ചെയ്യാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ എത്രയൊക്കെ ട്വിൻ ഫ്ലെയിം ആണ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും
ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ഒറ്റൊരാളെ കാണുന്ന മറ്റൊരു വ്യക്തിയായിട്ടാണ്, മറ്റൊരു വ്യക്തി നമ്മുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. വാക്കുകളിലൂടെ പറയുമ്പോൾ കേട്ടിരിക്കാനും പറയാനും ഉള്ള ഒരു രീതി ആയിരിക്കില്ല ജീവിതത്തിൽ. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. തിരിച്ചും നിങ്ങൾ ആസ് എ ട്വിൻ ഫ്ലെയിം നിങ്ങൾക്ക് അവരോട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അതും നിങ്ങൾ ചെയ്യുക. പെർപ്പസ്ഫുള്ളി അല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പെർപ്പസ്ഫുള്ളി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് തിരിച്ച് എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഫൊർഗീവ് ചെയ്ത് ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫയൽ നമ്പർ 3 സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.